ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു സോണിലേക്ക് നമ്മുടെ മാർക്കറ്റ് വരുന്നതായിട്ട് കണ്ടു. അപ്പോൾ ആ ഒരു മാർക്കറ്റിനെ കുറിച്ചൊരു ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു, ചെറിയൊരു അനാലിസിസ് പറയണമെന്നുണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് ഈ ചാർട്ട് കാണുമ്പോൾ അറിയാം, ഇതൊരു കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ ആണ്. ഇത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഹിറ്റ് ചെയ്ത ഒരു ക്യാൻഡിൽ കാണുന്നുണ്ടോ? ഈ ഒരു ക്യാൻഡിൽ ഇവിടെ നിന്ന് തിരിച്ച് വീണ്ടും വീഴുന്നു, തിരിച്ച് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാകുന്നുണ്ട്. ഇവിടെ നിന്ന് ഇത് വന്ന് ഇതുവരെ ഹിറ്റ് ചെയ്തു, 350 വരെ ഹിറ്റ് ചെയ്തിട്ട് ഇത് താഴേക്ക് പോയി. ഓക്കെ, അപ്പോൾ ഇവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു ചാർട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മാർക്കറ്റ് ഒരു ഇൻവേഴ്സ് കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേണിലാണ് നിൽക്കുന്നത്, അല്ലേ? ഈ ഇൻവേഴ്സ് കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേണിൽ ഇവിടെ അത്യാവശ്യം നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ നിന്ന സ്ഥലം 23,426 ആണെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സ്ഥലം ഏകദേശം ഈ ഒരു ഏരിയയ്ക്ക് ഉള്ളിലായിരിക്കും. അതായത് 350-ൻ്റെയും ഓൾമോസ്റ്റ് ഒരു 240 ഇടയിലുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്യാൻ പോകുക. അതായത് ഈ ഒരു ലൈനിന് താഴെ ഇന്ന് ഓപ്പൺ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഇത് എങ്ങാനും ക്ലോസ് ചെയ്താൽ, ഇത് ഈ ഏരിയയിൽ നിൽക്കുന്ന ഇവിടെ ഒരിക്കൽ വന്നിട്ടുണ്ടായിരുന്നു, അവിടെ ക്ലോസ് ചെയ്തില്ല. അടുത്ത ദിവസം മാർക്കറ്റ് ഹെവി റിവേഴ്സൽ വന്നു, അല്ലേ? ഏകദേശം 500 പോയിൻ്റ് റിവേഴ്സൽ വന്നു. മാർക്കറ്റ് സ്റ്റിൽ നല്ല വീക്കാണ്. സോ ഇവിടെ വന്നിട്ട് ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലോ, അടുത്ത് ഇതിൻ്റെ താഴേക്ക് പോയാലോ മാർക്കറ്റ് വലിയൊരു കറക്ഷനിൽ, വലുതെന്നല്ല, അത്യാവശ്യം മീഡിയം ആയിട്ടുള്ളൊരു കറക്ഷൻ 20,800 റേഞ്ചിലേക്ക് പോകാനുള്ള, അതായത് ഇതാണ് ഇതിൻ്റെ ഏറ്റവും സോൾഡ് ആയിട്ടുള്ള ഏരിയ. 22,500 to 22,800 എന്നുള്ള ഒരു ഏരിയയിലേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. സോ ഇത് നമ്മൾ കണ്ടു വച്ചിരിക്കണം. ഒരു പൊസിഷന് പുതിയത് ആഡ് ചെയ്യുന്നതിന് പകരം പൊസിഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക, നല്ല പൊസിഷൻ വരുന്നുണ്ടോ എന്നുള്ളത്. ബഡ്ജറ്റ് കൂടെ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്ന് ജസ്റ്റ് പറയണമെന്നുണ്ടായിരുന്നു. ഈ ഒരു ലെവൽസ് ഇതെങ്ങനെ ബിഹേവ് ചെയ്തേക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതേ സംഭവം തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്നുണ്ടോ? ഇതുപോലെ ഒരു റെസിസ്റ്റൻസിൽ വളരെ ഷാർപ്പായിട്ട് വന്ന് നിൽക്കുകയും, ഈ റെസിസ്റ്റൻസ് അതുപോലെ തന്നെ ഇവിടെ കാണുന്നുണ്ട്, ഇവിടെ വന്ന് ഹിറ്റ് ചെയ്ത സ്ഥലത്ത് നിന്നിട്ട് കയറി, ഈ കയറിയ സ്ഥലത്ത് നിന്ന് ഹെവി ആയിട്ട് സെല്ലിങ് വന്നു, എന്നിട്ട് തിരിച്ച് വീണ്ടും കയറിപ്പോയതാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വീണ്ടും ഒരു കൺസോൾട്ടേഷൻ, ഇവിടെ ഒരു കൺസോൾട്ടേഷൻ, ഇവിടെ സപ്പോർട്ട് എടുത്ത് ഇത് കയറിപ്പോയി, ബ്രേക്ക് ഔട്ട് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് കയറിപ്പോയി, തിരിച്ച് വന്ന് ഇവിടെ സപ്പോർട്ട് എടുത്തു, വീണ്ടും കയറിപ്പോയി, വീണ്ടും വരുന്നു, സപ്പോർട്ട് എടുത്തു, ഇവിടെ വന്ന് കയറാൻ പറ്റിയില്ല, തിരിച്ച് വന്ന് വീണ്ടും സപ്പോർട്ട് എടുത്ത് കയറിപ്പോയി. പക്ഷേ ആ എടുക്കുന്ന 3 സപ്പോർട്ട്, ട്രിപ്പിൾ സപ്പോർട്ട് ഉണ്ടായിരുന്നല്ലേ, ഈ ട്രിപ്പിൾ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തതിന് ശേഷം കാണുന്നുണ്ട് ക്യാൻഡിൽ എത്ര ശക്തമായിട്ടാണ് മാർക്കറ്റ് വീഴുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതുപോലൊരു ക്യാൻഡിൽ, ഇതേ ക്യാൻഡിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, ഈ ക്യാൻഡിൽ കാണുന്നുണ്ട്, ഇവിടെ ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് വന്ന് ഇവിടെ ക്ലോസ് ചെയ്തു, അല്ലേ? സെയിം നിഫ്റ്റിയിലേക്ക് നോക്കിയാൽ വന്ന് ഹിറ്റ് ചെയ്തു, ഈ നമ്പറിൽ ഹിറ്റ് ചെയ്തു, കുറച്ച് മേളിലായിട്ട് വന്ന് ക്ലോസ് ചെയ്തു, അല്ലേ? സെയിം ബാങ്ക് നിഫ്റ്റിയിൽ നോക്കിയാൽ ഇതിൽ താഴെ വന്ന് ഹിറ്റ് ചെയ്തു, ചെറുതായിട്ട് മേളിൽ വന്ന് ക്ലോസ് ചെയ്തു. സോ അതേ പാറ്റേൺ ആണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ക്രൂഷ്യലാണ്. ഇങ്ങനൊരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുതിയൊരു പൊസിഷൻ എടുക്കാൻ പറ്റില്ല. നമ്മുടെ പൊസിഷൻസ് ട്രിം ചെയ്യണമെങ്കിൽ അവരവരുടെ റിസ്ക് ആപ്പറ്റൈറ്റിനനുസരിച്ചിട്ട് ചെയ്യണം. ഇല്ല, തിരിച്ച് കയറി വരുവാണെന്നുണ്ടെങ്കിൽ, ഇതുവരെ വന്നാലും കുഴപ്പമില്ല. ഈ ഒരു ഏരിയയ്ക്ക് ശേഷം അടുത്ത ക്യാൻഡിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഒരു മറുബോസ് ക്യാൻഡിൽ തിരിച്ച് കയറുന്നില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഒരു പാനിക് സിറ്റുവേഷൻ വന്നേക്കാം. ബഡ്ജറ്റാണ് ഇവിടെ ഏക പ്രതീക്ഷ എന്ന് പറയുന്നത്. ബഡ്ജറ്റിലും നെഗറ്റീവായി പോയിക്കഴിഞ്ഞാൽ സ്റ്റോക്ക് മൾട്ടി മന്ത് കൺസോൾട്ടേഷൻ ഓർ നെഗറ്റീവ് സൈഡിലേക്ക് പോകും. 46,000 to 48,000 എന്നുള്ളൊരു ഏരിയയിലേക്ക് മാർക്കറ്റ് കടക്കും. 48,000 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ അതിന് മേളിൽ തന്നെ മാർക്കറ്റ് നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. ഇന്ന് തന്നെ ഓൾമോസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യുക 48,000 തൊട്ടടുത്തായിരിക്കും. എങ്ങനെയെങ്കിലും മാർക്കറ്റ് റിക്കവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അടുത്ത സോണിലേക്ക് മാർക്കറ്റ് കടക്കും എന്നുള്ളതാണ് അവിടെ പറയാനുള്ളത്. സോ സ്വിംഗ് ട്രേഡേഴ്സ് പൊസിഷൻ വളരെ ലൈറ്റ് ചെയ്യുക, പുതിയ പൊസിഷൻ എടുക്കാതിരിക്കുക. ട്രേഡേഴ്സ് സ്കാൽപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. മാർക്കറ്റിൽ സ്കാൽപ്പ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനാണ്.
ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിന് ബൈ ചെയ്യാനുള്ള ഏരിയയിലേക്ക് നമ്മൾ കടക്കുന്നുണ്ട്. ഫസ്റ്റ് ബൈയിലേക്കൊക്കെ വരാം. 23,000 അടുത്ത് വരുമ്പോഴൊക്കെ നമുക്ക് കുറച്ച് ബൈ ചെയ്യാം. 23,200 എന്നിങ്ങനെയുള്ള ലെവൽസ് ഫസ്റ്റ് ബൈയിങ്ങിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നല്ല സ്റ്റോക്സ് മാത്രം ബൈ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ മേടിക്കാൻ നിൽക്കേണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു ജസ്റ്റ് ഒരു അനാലിസിസ്. പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നുന്നത് ഈ ലെവൽസ് പറഞ്ഞു തന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും മാർക്കറ്റിനെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്തുകൊണ്ടിരിക്കും. മാർക്കറ്റ് ഇതിൻ്റെ താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത്ര ഒപ്റ്റിമിസ്റ്റിക് അല്ല, അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ടേക്ക് കെയർ, ട്രേഡ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ആ ഒരു സംഭവം മനസ്സിൽ വച്ചിട്ട് ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യുക. ഓക്കെ, ടേക്ക് കെയർ, ബൈ.